ഒരു 14-കാരൻ്റെ അഴിഞ്ഞാട്ടം. അതാണ് ക്രിക്കറ്റ് ലോകത്തിലെ പുതിയ സംസാര വിഷയം. യുവ സെൻസേഷൻ വൈഭവ് സൂര്യവംശിയുടെ ഇന്നിങ്സ് അക്ഷരാർത്ഥത്തിൽ ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ആഭ്യന്തര ക്രിക്കറ്റിലും ഇന്ത്യൻ കുപ്പായത്തിലും ഒരുപോലെ കഴിവ് തെളിയിച്ച സൂര്യവംശി വിജയ് ഹസാരെ ട്രോഫി പുതിയ സീസണിലെ ആദ്യ റൗണ്ടിൽ തീപ്പൊരി സെഞ്ചുറി നേടിയാണ് വരവറിയിച്ചിരിക്കുന്നത്. അരുണാചൽ പ്രദേശിനെതിരെ ഇറങ്ങി ബീഹാറിനായി വെറും 36 പന്തിലാണ് വൈഭവ 100 അടിച്ചിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് UAE വേദിയായ അണ്ടർ-19 ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു മത്സരത്തിൽ 171 റൺസിൻ്റെ മാരത്തൺ ഇന്നിങ്സ് വൈഭവ് കളിച്ചത്. അതിന് പിന്നാലെയാണ് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമുള്ള ആദ്യ മത്സരത്തിൽ തന്നെ വൈഭവ വീണ്ടും ഒരു ഇടിവെട്ട് സെഞ്ചുറിയോടെ കയ്യടി നേടിയിരിക്കുന്നത്. മത്സരത്തിൽ 84 പന്തിൽ 190 റൺസ് വാരിക്കൂട്ടിയാണ് താരം മടങ്ങിയത്. 16 ഫോറുകളും 15 സിക്സറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ലിസ്റ്റ് എയിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറും ഇതുതന്നെ. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറിക്ക് കൂടിയാണ് വൈഭവ് സൂര്യവംശി അർഹനായിരിക്കുന്നത്. വെറും ഒരു ബോൾ വ്യത്യാസത്തിലാണ് ഓൾ ടൈം റെക്കോർഡിനൊപ്പം എത്താനുള്ള സുവർണാവസരം വൈഭവിന് നഷ്ടമായത്. മറ്റൊരു പ്രത്യേകത കൂടി വൈഭവിൻ്റെ ഈ സെഞ്ചുറിക്ക് പിന്നിലുണ്ട്. തനിക്കേറ്റ ക്ഷതത്തിനുള്ള മധുര പ്രതികാരം കൂടിയായി വൈഭവിൻ്റെ ഈ ഇന്നിങ്സ് മാറി. കാരണം കഴിഞ്ഞ മത്സരം വൈഭവ് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നുകൂടിയാണ്. UAEയിൽ നടന്ന അണ്ടർ-19 ഏഷ്യ കപ്പിൽ ചിരവൈരികളായ പാകിസ്ഥാനോട് ഇന്ത്യൻ യുവനിര നാണം കെട്ട് തോറ്റിരുന്നു. തികച്ചും ഏകപക്ഷീയമായ ഫൈനലിൽ 191 റൺസിനാണ് ഇന്ത്യയെ പാക് ടീം തോൽപ്പിച്ചത്. ഈ പരാജയത്തിന് ശേഷം മടങ്ങവേ പാകിസ്ഥാൻ ഫാൻസിൻ്റെ ഭാഗത്തു നിന്നും വലിയ അപമാനമാണ് ഇന്ത്യൻ ടീമിന് നേരിടേണ്ടി വന്നത്. ഫൈനലിലെ പരാജയത്തിന് ശേഷം ഇന്ത്യൻ താരങ്ങളും കോച്ചിങ് സംഘവുമെല്ലാം ബാഗുകളും കിറ്റുകളുമായി തിരിച്ചു പോകവെയായിരുന്നു പാകിസ്ഥാൻ ഫാൻസ് പരിഹാസവും അധിക്ഷേപങ്ങളുമായി രംഗത്തു വന്നത്. തോൽവിയുടെ നിരാശയിൽ മടങ്ങവേ പുറത്ത് കാത്തുനിന്ന പാകിസ്ഥാൻ ഫാൻസ് കൂവി വിളിച്ചും പലതും വിളിച്ചു പറഞ്ഞുമാണ് ഇന്ത്യൻ ടീമിനെ അധിക്ഷേപിച്ചത്. പക്ഷേ ഇന്ത്യൻ സംഘത്തിലെ ആരും തന്നെ ഇത് ശ്രദ്ധിക്കാനോ പ്രതികരിക്കാനോ പോയില്ല. കേട്ടില്ല എന്ന് നടിച്ച എല്ലാവരും മുന്നോട്ട് തന്നെ നീങ്ങുകയായിരുന്നു. ഫൈനലിൽ പലതവണ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ചില താരങ്ങൾ തമ്മിൽ വലിയ വാക്പോര് നടന്നിരുന്നു. പാക് ബോളർമാരുമായി വൈഭവ് സൂര്യവംശി വാക്പോര് നടത്തിയിരുന്നു. സൂര്യവംശിയെ പുറത്താക്കിയ ശേഷം വളരെ മോശമായ യാത്രയപ്പാണ് പാക് ബോളർമാർ നൽകിയത്. ഇത് വൈഭവിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വൈഭവ് ബോളർമാരോട് കൊമ്പ് കോർത്തത്. ഇവയെല്ലാമാകാം പിന്നീട് ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാൻ ഫാൻസ് കളിയാക്കാനുള്ള പ്രധാന കാരണമായതായും സംശയിക്കുന്നത്. ഏഷ്യ കപ്പിലെ ടീമിൻ്റെ പരാജയത്തിനും തനിക്ക് നേരിട്ട അപമാനത്തിനും കൃത്യമായ മറുപടി നൽകുന്നത് കൂടിയായി മാറി വൈഭവിൻ്റെ ഈ പ്രകടനം. ചുരുങ്ങിയ കാലത്തിനിടെ തന്നെ വിവിധ ടീമുകൾക്കൊപ്പം വ്യത്യസ്ത ഫോർമാറ്റുകളിൽ സെഞ്ചുറികളുടെ ചാകര തീർത്തിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി.